നമ്മൾ പാടും യേശു മാത്രം മതി, യേശു മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. അതുപോലെ തന്നെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ. ഇങ്ങനെ എത്ര ഗാനങ്ങൾ യേശുവിനെ പറ്റി പുകഴ്ത്തി നമ്മൾ പാടാറുണ്ട് നമ്മുടെ ആരാധന യോഗങ്ങളിൽ കൂടിവരവുകളിൽ. എന്നാൽ പ്രസംഗം വരുമ്പോൾ, ദൈവവചന ശുശ്രൂഷകൾ വരുമ്പോൾ യേശുവിനെക്കുറിച്ചോ യേശു പറഞ്ഞിട്ടുള്ളതായ ഒന്നിനെ പറ്റിയോ ഒരു കൽപ്പനയോ ദൈവരാജ്യത്തിലേക്ക് പോകേണ്ടതായ നിയമങ്ങളോ അതിനുവേണ്ടി ഒരുക്കപ്പെടേണ്ടതിനോ കർത്താവ് പറഞ്ഞതും ശിഷ്യന്മാരോട് പറയുകയും പഠിപ്പിക്കുകയും ആദിമസഭ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും പ്രായോഗികമാക്കി തീർക്കുകയും ചെയ്ത ഒരു കാര്യവും നമ്മൾ പറയുകയില്ല, നമ്മൾ പ്രസംഗിക്കുകയില്ല. അതിന് പകരം മറ്റ് പല കഥാപാത്രങ്ങളെയും, അതെല്ലാം കഥകളാണല്ലോ, ആ കഥകളെല്ലാം പറയാൻ വലിയ നല്ല കാര്യങ്ങളാണ്. അത് ആനുകാലികമായിട്ടുള്ള ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തോടനുബന്ധിച്ച് ചേർത്തിണക്കിക്കൊണ്ട് അത് പറഞ്ഞ് എത്ര ചാതുര്യമായിട്ടാണെന്നറിയാമോ പ്രസംഗിക്കുന്നത്. പക്ഷേ യേശുവിനെക്കുറിച്ച് പറയത്തില്ല. യേശു പറഞ്ഞതായ കൽപ്പനകളെക്കുറിച്ച് പറയുകയില്ല. നിത്യജീവൻ്റെ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ആണവ എന്ന് നാം മനസ്സിലാക്കുകയോ അത് പ്രസംഗിക്കുകയോ ചെയ്യാത്തത് എന്താണ്? അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവൻ്റെ ആധാരം യേശുവല്ലേ? നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ്, നമുക്കായി രക്തം തന്നവൻ, സ്വന്തം ജീവൻ നമുക്കായി കാൽവറി ക്രൂശിൽ മരിച്ചവൻ, നമുക്കായി ജീവൻ തന്നവൻ, പങ്കപ്പാടുകളേറ്റവൻ, നിന്ദിതനായി തീർന്നവൻ, മർദ്ദിതനായവൻ, ഹല്ലേലൂയ, ആക്ഷേപങ്ങൾ സഹിച്ചവൻ, സ്വന്തം ജീവൻ കാൽവറി ക്രൂശിൽ ക്രൂശിക്കുവാൻ മരണത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ, പിതാവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലെ കൃപാസനത്തിങ്കൽ സ്വന്തം രക്തം തളിച്ച് വീണ്ടെടുപ്പ് സാധിച്ചവൻ, നിത്യജീവനെ തന്നവൻ, നിത്യമായ സ്വർഗങ്ങളെ തന്നവൻ, സ്വർഗീയ അധികാരങ്ങളെ തന്നവൻ, ആത്മീയ അനുഗ്രഹങ്ങളെ തന്നവൻ, നിത്യമായ അവകാശങ്ങളെ തന്നവൻ യേശു അല്ലാതെ മറ്റാരെങ്കിലും കൂടി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് നാം അവനെ ഉയർത്തുന്നില്ല, അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, യേശുവിനെക്കുറിച്ച് നമ്മൾ ജനത്തോട് പറയുന്നില്ല, സുവിശേഷം പറയുന്നില്ല, യേശുവിങ്കിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുന്നില്ല. എന്തിന് നമ്മൾ പേടിക്കണം? ആരെ നമ്മൾ പേടിക്കണം? ഈ ഭൂമിയിൽ ആരെയാണ് നമുക്ക് പേടിക്കുവാനുള്ളത്? ആമേൻ. നമ്മുടെ കർത്താവിനെ ഭയപ്പെട്ടാൽ മതി. സുവിശേഷവുമായി പോകുന്നിടത്ത് ഒരുത്തിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവചനം പറയുന്നത് എത്ര ഉന്നതനായാലും അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന് അവൻ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. യേശു പറഞ്ഞതാ. പിന്നെ എന്തുകൊണ്ട് വചനം, യേശുവിൻ്റെ കൽപ്പനകൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പ്രമാണിക്കുന്നില്ല? ഒരു 99% പ്രസംഗങ്ങളിലും യേശു ഇല്ല. മറ്റ് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അനേക കഥാപാത്രങ്ങളുണ്ട്. കർത്താവിനെ ഉയർത്തുന്നില്ല. വചനം, അവൻ്റെ കൽപ്പന പ്രമാണിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ അനുസരിക്കുന്നില്ല. കർത്താവ് നമ്മെ ഓർത്ത് നമ്മുടെ പ്രസംഗങ്ങളും ഒക്കെ കണ്ട്, നമ്മുടെ യോഗങ്ങളും കൂടിവരവുകളും ഒക്കെ കണ്ട് അവൻ വേദനിക്കുന്നുണ്ടാകും. ഹല്ലേലൂയ. അത് പാടില്ല. നാം കർത്താവിനെ ഉയർത്തുന്നവരായിത്തീരണം. നമ്മുടെ എല്ലാമായ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഉയർത്തണം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം പ്രമാണിക്കും. അവൻ്റെ വചനം പ്രമാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയും എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും യുഗങ്ങളിലും ദൈവം അന്നുള്ള ജനത്തിന് ഓരോ ജീവിത പ്രമാണം കൊടുക്കുന്നുണ്ട്. കൽപ്പനകൾ, ഉപദേശങ്ങൾ, നിയമങ്ങൾ അതാത് സമയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ദൈവജനം അനുസരിക്കുകയും പാലിക്കുകയും ചെയ്ത് നിത്യതയിൽ പ്രവേശിപ്പാൻ, അതനുസരിച്ച് വേണം അവർ ജീവിക്കുവാൻ. അന്നത്തെ
എന്താ പറയുക, പ്രമാണം അതാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അനുസരണക്കേട് കാണിച്ചാൽ എന്താണ്? ശിക്ഷ ഉറപ്പാണ്, അതെല്ലാ കാലത്തും. അങ്ങനെ ആ യുഗം പരാജയത്തിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെയും ഹവ്വയെയും, ആണും പെണ്ണുമായി. And God gave only one commandment to them. Holy God gave His holy commandment to His holy people, Adam and Eve, men and women, to maintain the holiness and God's image on their life. But they failed, disobeyed to God. ആദ്യമായി ദൈവം ആദമിനും ഹവ്വയ്ക്കും ഒരൊറ്റ കൽപ്പന കൊടുത്തു, ഒരേ ഒരു കൽപ്പന. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. അതാണ് ദൈവം കൊടുത്ത ഒരേ ഒരു കൽപ്പന ആദമിനും ഹവ്വയ്ക്കും, അഥവാ ദൈവം ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യന്, ആണിനും പെണ്ണിനും. ഇഫ് യു ഈറ്റ് യു വിൽ ഡൈ. നീ അത് തിന്നാൽ മരിക്കും നിശ്ചയം. അതാണ് കൽപ്പന. ബട്ട് ദേ ഡിസൊബേഡ് ഗോഡ്. ഒരൊറ്റ കൽപ്പനയാണ് അവർക്ക് കൊടുത്തുള്ളൂ. 100,000 കൽപ്പനയൊന്നും കൊടുത്തില്ല. പക്ഷെ അവർക്കത് അനുസരിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവർ ഫെയിലായിപ്പോയി. അവരെ ദൈവ പദ്ധതിയിൽ നിന്നും പുറത്താക്കി, മീൻസ് ആ പർദീസയിൽ നിന്നും അവർക്ക് വെളിയിൽ പോകേണ്ടതായിട്ട് വന്നു. അവരെ വീണ്ടെടുക്കുവാൻ ദൈവം വേറൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഒരേ ഒരു കൽപ്പന അവർ ലംഘിച്ചു. അതിനുശേഷം ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇതെല്ലാം ദൈവത്തിൻ്റെ ഫോർനോളജിയിൽ ഉള്ളതാണ്. എന്നാൽ ഓരോ സമയങ്ങളിലും ദൈവം ആ പദ്ധതികൾ, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ അബ്രഹാമിൽ കൂടി വേർതിരിച്ച്, അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൽ കൂടി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഒരു സാമ്രാജ്യത്തെയും ജാതിയെയും കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. സോ രണ്ടാമത്, ടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഗോഡ് ഗേവ് 10 കമാൻഡ്മെൻറ്റ്സ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു കൽപ്പനയല്ല കൊടുത്തത്, 10 കൽപ്പനയാണ് കൊടുത്തത്. കൂടാതെ നിയമങ്ങൾ, ചട്ടങ്ങൾ, ന്യായപ്രമാണം, വിധികൾ, സിവിൽ നിയമങ്ങൾ, ആരാധനാ നിയമങ്ങൾ, അങ്ങനെ അനേക നിയമങ്ങൾ കൊടുത്തു. പ്രധാനമായിട്ട് 10 കൽപ്പനയും. പുറപ്പാട് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവർക്കും അത് പാലിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അനുസരണക്കേട് കാണിച്ചു പല പ്രാവശ്യം. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, 29-ാം വാക്യം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതാണ്. അറിയാത്തവർ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. 10 പ്രാവശ്യം ദൈവത്തെ അവർ പരീക്ഷിച്ചു. അതുകൊണ്ട് എബ്രായർ 3:10 ദൈവം പറയുകയാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ. 25 ലക്ഷത്തിലധികം പേര് പുറപ്പെട്ടു മിസ്രൈമിൽ നിന്നും. എന്നാൽ യോശുവയും കാലേബും എന്ന് പറയുന്ന 2 പേരാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ശേഷിച്ചത്. അതല്ലാതെ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളതായ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോന്ന ആർക്കും പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചില്ല. അവനെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. ആ കൽപ്പന അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരെയും ദൈവം തള്ളിക്കളഞ്ഞു. ഒരു കൽപ്പന ലഭിച്ച ആദാം ഹവ്വമാർ, 10 കൽപ്പന ലഭിച്ച ഇസ്രായേൽ മക്കൾ എല്ലാവരും കൽപ്പന ലംഘിച്ച് പരാജയപ്പെട്ടു. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്, വിശദീകരിച്ച് പറയാൻ എനിക്കുണ്ടെങ്കിലും സമയത്തിൻ്റെ സമയം വളരെ പരിമിതമായിട്ട് വോയിസ് ഇടേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ബട്ട് ടുഡേ, മൂന്നാമതായി, ഇപ്പോൾ നമുക്ക് വിശ്വാസികൾക്ക്, പുതിയ നിയമസഭയ്ക്ക്, ദൈവജനത്തിന് യേശു കർത്താവ് 1 അല്ല 10 അല്ല 100 കൽപ്പനകളാണ് തന്നിരിക്കുന്നത്. ആദമിന് 1, ഇസ്രായേലിന് 10, പുതിയ നിയമസഭയായ നമുക്ക് അത് ദൈവം കൊടുത്തതാണ്.
എന്നാൽ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുന്ന 100 കണക്കിന് കൽപ്പനകളാണ്. യേശു 3.5 വർഷം നേരിട്ട് പഠിപ്പിച്ചവ കൂടാതെ തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെയും യേശുവിൻ്റെ കൽപ്പനകൾ ലേഖന രൂപത്തിൽ എഴുതി സഭയ്ക്ക് അയച്ചു കൊടുത്ത് അതനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ തികഞ്ഞ് ദൈവരാജ്യത്തിൽ പോകേണ്ടതിനായി ഒരുങ്ങുവാനായി 100 കണക്കിന് കൽപ്പനകളാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി ഈ ഐഹികകാല ജീവിതത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണം മുതൽ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ലോസ് ആൻഡ് കമാൻഡ്മെന്റ്സ് വെയർ ഫോർ ഇസ്രയേൽ ടു പ്രിപ്പയർ ദം ഫോർ ദി എൻറ്റർ ഇൻ ടു ദി പ്രോമിസ് ലാൻഡ് ഖനാൻ. പഴയ നിയമത്തിൽ കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തിരിക്കുന്നത് വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിപ്പാൻ അവർ ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കണം. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റ് ലോസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ആർ ടു പ്രിപ്പയർ ദ ചർച്ച് ടു എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗാഡ്. പുതിയ നിയമത്തിൽ നമുക്ക് സഭയ്ക്ക്, വിശ്വാസിക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ, ഉപദേശങ്ങൾ എല്ലാം നാം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നമ്മെ തന്നെ ഒരുക്കപ്പെടേണ്ടതിന്, ഒരുങ്ങിയിരിക്കേണ്ടതിന്, ഒരുങ്ങുവാൻ വേണ്ടിയാണെന്നുള്ളതായ കാര്യം നാം വളരെ പരമാർത്ഥമാകിയാൽ ശക്തമായിട്ടും നാം അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ന് ആവശ്യമാണ്. യേശുവിൻ്റെ കൽപ്പനകൾ ആരംഭിക്കുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണ്, തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ യേശു പറഞ്ഞ 1-ാമത്തെ കൽപ്പന അവിടെയാണ് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാമത്തെ കൽപ്പന 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുല ചെയ്യരുതെന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോടും കൂടെ വന്ന ജനത്തോടും ഗിരിപ്രഭാഷണത്തിൽ താൻ പറയുകയാണ്. കാരണം അവർ യഹൂദന്മാരായിരുന്നു, ന്യായപ്രമാണം അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയായിട്ടാണ്, ആമേൻ, പുതിയ നിയമത്തിൻ്റെ ആരംഭമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നിട്ടുള്ളതെന്നുകൊണ്ട് ആ ന്യായപ്രമാണത്തിൽ ദൈവജനമേ, പ്രിയരെ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടല്ലോ, എന്താണ്? കുല ചെയ്യരുത്. പക്ഷെ യേശു ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. പുതിയ നിയമം എന്നുള്ളതിനേക്കാൾ പുതിയൊരു കൽപ്പന കൊണ്ടുവരികയാണ്. 22-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. 2, നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. യു ഫൂൾ മാൻ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? ആ പറയുന്ന വ്യക്തി നരകത്തിന് യോഗ്യനാണ്. അതാണ് പഴയ നിയമത്തിലെ കൽപ്പന എന്ന് പറയുന്നത്. ഒരുവന് മരണം സംഭവിക്കുക, കൊല ചെയ്യുക. പക്ഷേ ഇവിടെ മൂഢ എന്ന് പറയുന്നത് ഒരു ഹയർ ലെവലിലുള്ള കൽപ്പനയാണ് യേശു കൊടുക്കുന്നത്. 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? നിന്റെ സഹോദരന് നീ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നാണ്. അപ്പോൾ നോക്കണം, ആദ്യം സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഓർമ്മ വരികയാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ആദ്യം അവനോട് നിരപ്പ് പ്രാപിക്കണം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. നിരപ്പിൻ്റെ ശുശ്രൂഷ ഇന്നില്ല. നിരപ്പ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള കാര്യവുമല്ല. അതിന്ന് സഭകളിൽ നടക്കുന്നുമില്ല. കർത്തൃമേശ കഴിക്കുന്നുണ്ട്, അപ്പം നുറുക്കും വീഞ്ഞുമെല്ലാം കഴിക്കുന്നുണ്ട്, എന്നാൽ നിരപ്പിൻ്റെ ശുശ്രൂഷയില്ല. അതാണ് കർത്താവ് പറഞ്ഞ അടുത്ത കൽപ്പന. പിന്നീട് പറയുക 28-ാമത്തെ
വാക്യത്തിൽ പറയുകയാണ്, എന്താ പറയുന്നത്? വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അരുളി ചെയ്തത് എവിടെ? പഴയ നിയമത്തിൽ സ്ത്രീയോടുകൂടെ വ്യഭിചാരം ചെയ്യരുത്. ഇനി ഞാനോ നിങ്ങളോട് പറയുന്നത്, അതായത് പഴയ നിയമത്തിൽ പിതാവായ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ യേശു കർത്താവ് സഭയ്ക്ക്, ഇന്നത്തെ ജനത്തിന് കൊടുക്കുന്ന, പുതിയ നിയമ വിശ്വാസികൾ കൊടുക്കുന്ന കൽപ്പന, ഞാനോ യേശുവോ അവൻ പറയുകയാണ്, നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു പോയി, ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിലെ കൽപ്പന നീക്കാതെ തന്നെ പുതിയ നിയമത്തിൽ അതിലും ഹയർ ലെവലിലുള്ള ഒരു കൽപ്പന കൊടുത്തിരിക്കുകയാണ് കർത്താവ്. സോ ജീസസ് ഡിഡ് നോട്ട് ക്യാൻസൽ ദ ഓൾഡ് ടെസ്റ്റമെന്റ് commandment but gave a higher level commandment in the New Testament. അടുത്ത കൽപ്പന എന്താണ്? നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നായിരിക്കണം. നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുക്കണം. 37-40 വാക്യങ്ങളാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ലൂക്കോസ് 6:27 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അതൊരു കൽപ്പനയാണ്. പകയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. 10ാമത്തെ കൽപ്പന, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അല്ലേ? ഇങ്ങനെ എത്ര കൽപ്പനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിന്നോട് യാചിക്കുന്നതിന് കൊടുപ്പീൻ, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നതിന് ഒഴിഞ്ഞു കളയരുത്, അതൊരു കൽപ്പനയാണ്. ഇനി 5-ാം അധ്യായത്തിൽ 44-ാം വാക്യത്തിൽ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്ന വേണ്ടി പ്രാർത്ഥിൻ. 42-ാം വാക്യം, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. സൽഗുണങ്ങളുടെ വിളനിലമാകണം, പൂർണ്ണത പ്രാപിക്കണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ് പ്രിയരെ. ഇനി 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, മത്തായി, ഭിക്ഷ കൊടുക്കുമ്പോൾ, വെൻ യു ഡു ചാരിറ്റബിൾ ഡീഡ്സ്, മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. ഇതിൻ്റെ വിശദീകരണം ഞാൻ കൊടുക്കുന്നില്ല. വിശദീകരണമൊക്കെ കൊടുക്കാൻ നിന്നാൽ ദിവസങ്ങൾ പോകും. ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. 15-ാമത്തെ കൽപ്പന യേശു കൊടുത്തത്, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. 16-ാമത്തെ കൽപ്പന, ഗിരിപ്രഭാഷണത്തിൻ്റെ കാതലും താക്കോൽ വാക്യമായിരിക്കുന്ന 7:12, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും ആദ്യം അവർക്ക് ചെയ്യുവീൻ. അപ്പോൾ നോക്കണം, എത്രമാത്രം ശക്തമായിട്ടുള്ള കൽപ്പനകളാണ്, ഹയറായിട്ടുള്ള കൽപ്പനകളാണ് കർത്താവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ മത്തായി 5, 6, 7 3 അധ്യായങ്ങളിൽ മാത്രമായി 35 കൽപ്പനകളാണ് കർത്താവ് തന്നിരിക്കുന്നത്. മത്തായി 7:24 പറയുകയാണ് യേശു, ആകയാൽ ഈ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ പാറ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അടിസ്ഥാനമോ എന്താണ്? ചിലർ പഠിപ്പിക്കും പാറയും അടിസ്ഥാനവും എല്ലാം കർത്താവാണ്. നല്ല, His commandment. Rock is Jesus and basement is His commandment. കർത്താവിൻ്റെ കൽപ്പനകളാണ്. കൂടാതെ 4 സുവിശേഷങ്ങളിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 300 കൽപ്പനകൾ യേശു തന്നിട്ടുണ്ട്. അതും പോരാ, അടുത്തത് ലേഖനങ്ങളിൽ 3.5 വർഷക്കാലം യേശുവിൽ നിന്നും പഠിച്ച ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, അവരുടെ ഉപദേശങ്ങൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ അവരുടേതായിത്തീർന്നു. തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടി ദൈവസഭയ്ക്ക് ആത്മാവിൽ 100 കണക്കിന് കൽപ്പനകളാണ് കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ആമേൻ, സ്തോത്രം. അവർ അതെഴുതി അത് ദൈവസഭകൾക്ക് അയച്ചു കൊടുക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ചിലർ പറയും പോലെ 3.5 വർഷത്തോളം രാവും പകലും യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് വെറും 2 കൽപ്പനകളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. ഒന്ന്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും 2, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നീ 2 കൽപ്പനകൾ മാത്രം ആണോ? ഒരിക്കലുമല്ല. പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ കർത്താവ് ഇതിൽ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, ദൈവമായിട്ടും മനുഷ്യനും ദൈവവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള കൽപ്പനകളാണ്. അത് 10. അത് 2 കൽപ്പനകളിൽ പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ സത്യമാണ്. എന്നാൽ കർത്താവ് അവയെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം
ആമേൻ, അവയെല്ലാം പ്രമാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് നാം മാസത്തിൽ ഒരിക്കലെങ്കിലും വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള അനേക പ്രശ്നങ്ങൾ മാറും. കർത്താവിനോട് അടുത്ത് ജീവിപ്പാനായിട്ട് സാധിക്കും. അവിടെ 35 കൽപ്പനകൾ, 4 സുവിശേഷങ്ങൾ, 300 കൽപ്പനകൾ, ലേഖന ഭാഗങ്ങളിൽ 100 കൽപ്പനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ കൂടി തന്നിരിക്കുകയാണ്. അവ ആചരിച്ച്, അവ പ്രമാണിച്ച് അതിനുവേണ്ടി ഒരുങ്ങാം. അത് ദൈവരാജ്യത്തിലേക്ക് പോകേണ്ടവരുടെ യോഗ്യതകളാണ്. ആ നിയമങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ നമുക്കവിടെ ജീവിപ്പാൻ കഴിയത്തുള്ളൂ. അത് പ്രസംഗിക്കാം, അതനുസരിക്കാം, അത് പഠിപ്പിക്കാം, അതനുസരിച്ച് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് നാം അനുസരിച്ച് മുൻപോട്ട് പോകാം, പ്രസംഗിക്കാം, പഠിപ്പിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്ന്. ഏവർക്കും നന്ദി.